ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാതും. ഇപ്പം PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എക്സാം ഹാളിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഇത്തരത്തിൽ വരുമ്പോൾ ഈ വളരെ കുറച്ച് സമയത്തിനുള്ള ഉത്തരത്തിലേക്ക് എത്തുക എന്നത് കുറച്ച് പ്രയാസമായിരിക്കും. ആ പ്രയാസം മറികടക്കാൻ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇതിന് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് മൈറ്റോകോൺട്രിയ. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് സർക്കുലർ DNA. 2. It is surrounded by a single membrane. 3. Inner membrane form cristae. 4. Site of oxidative phosphorylation. ഇത്രയുമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഓപ്ഷൻസ് 1, 3, 4 ഓൺലി. B, 1 and 2 only. C, 2, 3, 4 only. D, all of the above. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇറ്റ് കണ്ടെയ്ൻസ് സർക്കുലർ DNA. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ സിംഗിൾ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ ഫ്രോം ക്രിസ്റ്റേ. സൈറ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇത്രയുമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്, മൈറ്റോകോൺട്രിയനെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, നിങ്ങൾ ആൻസറിലോട്ട് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഏകദേശം 10-15 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും കാണിച്ചു തരാം. അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആൻസറിലോട്ട് എത്താം. അതുവഴി നമുക്ക് സ്കോറും കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, അസേഷൻ എ restriction enzyme are called molecular scissors. റീസൺ കൊടുത്തിട്ടുണ്ട്. They cut phosphodiester bond at a specific recognition site. ഓക്കെ, ഇനി അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് എ, both A and R are true and R is the correct explanation. B, both A and R are true, but R is not the correct explanation. C, A is true, R is false. D, both A and R are false. ഓക്കെ, രണ്ട് അസേഷനും റീസണും കറക്റ്റായിട്ട് വായിക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ ആൻസറിലോട്ട് എത്താം. അടുത്ത ക്വസ്റ്റ്യൻ ജെനറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ടർണർ സിൻഡ്രോം. സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്. ഇറ്റ് ഈസ് ആൻ അലോസോമൽ ഡിസോർഡർ. 2. കാരിയോടൈപ്പ് ഈസ് 45XO. 3. ഇൻഡിവിജ്വൽസ് ആർ ഫീനോട്ടിപ്പിക്കലി മെയിൽ. 4. കോസസ് ഷോർട്ട് സ്റ്റാച്ചർ ആൻഡ് ഇൻഫെർട്ടിലിറ്റി. ഇത്രയുമാണ് ടർണർ സിൻഡ്രോമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് മാർക്ക് ചെയ്ത് വെച്ച് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നിട്ട് ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിലാണ് കറക്റ്റായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഓക്കെ, ഓപ്ഷൻസ് ഇതാണ്. 1, 2 and 4 only. 1 and 3 only. 2 and 3 only. All of the above. സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേഷൻ ഫിനൈൽകെറ്റനൂറിയ is an inborn error of metabolism. Reason, it results due to accumulation of tyrosine. Phenylketonuria is an inborn error of metabolism. Reason വരുന്നത് it is result due to accumulation of tyrosine.
ഓപ്ഷൻസ് both A and R are true and R is the correct explanation. B. Both A and R are true but R is not the correct explanation. C. A is true, R is false. G. Both A and R are false. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇമ്മ്യൂണോളജി ബേസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് എബോവ് ആൻറ്റിബയോട്ടിക്സ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്. They are glycoproteins called immunoglobulins secreted by B cells. 3. IgG is the first antibody produced during primary response. IgM is pentameric in nature. Okay. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് which statements are correct? 1, 2, 4 only, 2 and 3 only, 1, 2, 3 and 4, 1, 3, 4 only. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അസീഷൻ ആൻഡ് റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാക്സിനേഷൻ പ്രൊവൈഡ്സ് ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. Reason: vaccine contain preformed antibodies. Okay. Vaccination provide active artificial immunity. Vaccines contain preformed antibodies. Both A and R are true and R is the correct explanation. B. Both A and R are true but R is not the correct explanation. C. A is true, R is false. D. Both A and R are false. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്കോളജി റിലേറ്റഡ് ആണ്. എക്കോളജിക്കൽ സസഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, പ്രൈമറി സസഷൻ ബീൻസ് ഓൺ എ ബെയർ റോക്ക്. 2. Lichens are perennial species in xerosia. 3. Climax community is unstable. 4. Secondary succession occurs faster than primary. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. A. 1, 2 and 4 only. B. 1, 2 and 3 only. C. 3, 2, 3 and 4 only. D. all of the above. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ assertion. Energy flow in an ecosystem is unidirectional. Reason: energy is lost as heat at each trophic level. A. Both A and R are true and R is the correct explanation. B. Both A and R are true but R is not the correct explanation. C. A is true, R is false. D. Both A and R are false. ഏതാണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് കണ്ടെത്താം. അടുത്തത് എത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇംപ്രിൻറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1. ഇറ്റ് ഈസ് ഇർറിവേഴ്സിബിൾ. 2. സ്റ്റഡീഡ് ബൈ കൊനാറ്റ് ലോറൻസ്. 3. seen during critical period. 4. it is an example of classical conditioning. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് കണ്ടെത്തേണ്ടത്.
Which are correct? A. 1, 2 and 3 only. B. 2, 3 and 4 only. C. 1 and 4 only. D. All of the above. Okay. Next question. Microbiology related ആണ്. Assertion. Prions lack nucleic acid. Reason. They are composed only of proteins. Option A. Both A and R are true and A is the correct explanation. B. Both A and R are true but R is not the correct explanation. C. A is true, R is false. D. Both A and R are false. അടുത്ത ക്വസ്റ്റ്യൻ മെത്തഡോളജി ആൻഡ് കരിക്കുലം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 11th ക്വസ്റ്റ്യൻ വരുന്നതും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ ടീച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഡ്യൂറേഷൻ ഈസ് 5 to 10 minutes. 2. ഫോക്കസസ് ഓൺ മാസ്റ്ററിങ് കണ്ടന്റ് നോളജ്. 3. ഇൻവോൾവ്സ് സ്കെയിൽ ഡൗൺ ടീച്ചിങ്. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഈസ് ഗിവൺ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 and 4 only. B. 1, 2 and 3 only. C. 2, 3 and 4 only. D. All of the above. ഇത്രയുമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അസേഷൻ ആൻഡ് റീസൺ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എ. NCF 2005 emphasize constructivism. Reason. It recommends lecture-based teaching. A. Both A and R are true and R is the correct explanation. B. Both A and R are true but R is not the correct explanation. C. A is true, R is false. D. Both A and R are false. Assessment and evaluation. 13. Read the statements about evaluation. 1. Formative evaluation is conducted during the course. 2. Summative evaluation aims at certification. 3. Diagnostic test is used for grading. 4. Continuous evaluation helps in improvement. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് A 1, 2, 4, B 1, 3, 4, C 2, 3, 4, D all of the above. 14. A. Achievement tests are standardized tests. R. They measure specific learning outcomes. Options. Both A and R are true and R is the correct explanation. B. Both A and R are true but are not the correct explanation. C. A is true, R is false. D. Both A and R are false. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആൻസേഴ്സൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും. അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കോറും കണ്ടെത്താം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൈറ്റോകോൺട്രിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നാമത്തത് ഇറ്റ് കണ്ടെയ്ൻസ് സർക്കുലർ DNA. ശരിയാണ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ സിംഗിൾ മെംബ്രെയിൻ. നമുക്കറിയാം മൈറ്റോകോൺട്രിയ ഡബിൾ മെംബ്രെയിൻ ആണെന്നുള്ളത്. ഇന്നർ മെംബ്രെയിൻ ഫ്രോം കിസ്റ്റേ. ശരിയാണ്. സൈറ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നതും ശരിയാണ്. നമുക്കിത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ മറ്റ് ഫാക്ട്സുകൾ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 3 and 4 ഓൺലി എന്നതായിരിക്കും. എ ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ ആർ ഡബിൾ മെംബ്രെയിൻ organelle with circular DNA. Cristae increases surface area for ATP production. ഓക്കെ, നെക്സ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. എയും ആറും ഉണ്ടായിരുന്നു. അതിൽ രണ്ടും ശരിയാണെന്നാണ് പറയുന്നത്. ഇത് റെസ്ട്രിക്ഷൻ എൻസൈംസ് നമുക്കറിയാം മോളിക്കുലാർ സിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മെയിനായിട്ട് ഫോസ്ഫോഡയസ്റ്റർ ബോൺസിനെയാണ് കട്ട് ചെയ്യുന്നത്. സ്പെസിഫിക് സൈറ്റിലെ ഫോസ്ഫോഡയസ്റ്റർ ബോൺസിനെ കട്ട് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണെന്ന് കണ്ടെത്തിയാൽ തന്നെ കൺഫ്യൂഷൻ വരാവുന്ന ഒരു ചാൻസാണ് ആറ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എയുടെ എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഫസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, രണ്ടും ട്രൂ ആണോ എന്ന് കണ്ടെത്തുക. അതിനുശേഷം ഈ എയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ആറ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് എന്തെങ്കിലും പ്രിൻസിപ്പിളോ ഹൈപ്പോത്തിസിസോ എന്തെങ്കിലും ഫാക്റ്റോ മുമ്പ് പറഞ്ഞ എയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ആറ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ട്രൂ ആണെങ്കിൽ കൂടിയും ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും മറ്റൊരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കൊടുക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ക്ലിയർ ആയോ? അതായത് എനെ ബേസ് ചെയ്തിട്ട് ഹൗ, വൈ, ഹൂ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ആൻസർ ആയിട്ട് ആറ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കും. എക്സ്പ്ലനേഷൻ: റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് DNA at specific recognition site, hence called molecular scissors. നമുക്കറിയാവുന്ന ഫാക്റ്റാണ്. ജെനറ്റിക്സ്: ടേണർ സിൻഡ്രോം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊരു അലോസോമൽ ഡിസോർഡർ ആണ്, നമുക്കറിയാം അലോസോമൽ ആണ്. 2 കാരിയോടൈപ്പ് എക്സോ ആണ് ഇത് വരുന്നത്, 45 എക്സോ. റോങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിവിജ്വൽസ് ആർ ഫീനോട്ടിപ്പിക്കലി മെയിൽ. നമുക്കറിയാം മെയിൽ ഒരിക്കലും ആവില്ല, വൈ ക്രോമസോമിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല. ദ ആർ ഫീമെയിൽ വിത്ത് അണ്ടർ ഡെവലപ്ഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ വരുന്നത്. എക്സോ എന്ന് പറയുമ്പോൾ ഫീമെയിൽസ് ആയിരിക്കും, പക്ഷേ അണ്ടർ ഡെവലപ്ഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. പിന്നെ ഷോർട്ട് സ്റ്റാച്ചർ ആയിരിക്കും, ഇൻഫെർട്ടിലിറ്റി, അതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 2 and 4 ഓൺലി. എക്സ്പ്ലനേഷൻ: ടേണർ സിൻഡ്രോം അഫക്റ്റ് ഫീമെയിൽസ് വിത്ത് സിംഗിൾ എക്സ് ക്രോമസോം കോസിംഗ് ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഷോർട്ട് സ്റ്റാച്ചർ. 4 ഫിനൈൽകിറ്റനൂറിയ. അസേഷൻ: PKU ഈസ് ആൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. അത് കറക്റ്റാണ്, ഇൻബോൺ ആയിട്ട് വരുന്ന മെറ്റബോളിസത്തിൻ്റെ ഒരു എററാണ്. റീസൺ: ഇറ്റ് റിസൾട്ട് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് തൈറോസിൻ. നമുക്കറിയാം ഫിനൈൽകിറ്റനൂറിയ പേര് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഫിനൈൽ അലാനിനാണ് അക്യുമുലേറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. നമുക്കറിയാം ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസിൻ്റെ ലാക്കിൽ ഫിനൈൽ അലാനിൻ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് ഫിനൈൽകിറ്റനൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ തൈറോസിൻ അല്ല അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എ ഈസ് ട്രൂ, ആർ ഈസ് ഫാൾസ്. ക്ലിയർ ആണല്ലോ? ഇമ്മ്യൂണോളജി ആൻറ്റിബോഡി സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇത് ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്ലൈക്കോപ്രോട്ടീനാണ്, ശരിയാണ്. സിക്രീറ്റഡ് ബൈ ബി സെൽസ്. നമുക്കറിയാം ബി സെല്ലാണ് ആൻറ്റിബോഡീസ് സിക്രീറ്റ് ചെയ്യുന്നത്. IgG ഈസ് ഫസ്റ്റ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ഡ്യൂറിങ് പ്രൈമറി റെസ്പോൺസ്. പ്രൈമറി റെസ്പോൺസിൽ ഫസ്റ്റ് വരുന്നത് IgM ആണ്. ഇതൊരു പെൻറ്റാമെറിക് നേച്ചർ ഉള്ളതാണ്, ലാർജ് ആണെന്നൊക്കെ നമുക്കറിയാം. ഫസ്റ്റ് വരുന്ന പ്രൈമറി റെസ്പോൺസിൽ വരുന്ന ആൻറ്റിബോഡി അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കാം, IgM ആണ്, IgG അല്ല. അപ്പോൾ ആൻസർ 1, 2 and 4 ഓൺലി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. എക്സ്പ്ലനേഷൻ: IgM ഈസ് ഫസ്റ്റ് ആൻറ്റിബോഡി ഇൻ പ്രൈമറി റെസ്പോൺസ്. IgG ഡൊമിനേറ്റ്സ് ഇൻ സെക്കൻഡറി റെസ്പോൺസിലാണ് വരുന്നത് IgG. 6 വാക്സിനേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതിലൊന്നാമത്തത് വാക്സിൻസ് പ്രൊവൈഡ് ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. ആക്റ്റീവായിട്ട് ഉള്ള ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിയാണ് ഇത് തരുന്നത്. ദെൻ റീസൺ വരുന്നത് വാക്സിൻസ് കണ്ടെയ്ൻ പ്രിഫോംഡ് ആൻറ്റിബോഡീസ്. നമുക്കറിയാം വാക്സിൻസിൽ ആൻറ്റിജൻസ്, ഇനാക്റ്റീവായിട്ടുള്ള അറ്റ്യൂനേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിജൻസ് ആണ് വാക്സിനിൽ കൊടുക്കുന്നത്, ആൻറ്റിബോഡീസ് അല്ല. ആൻറ്റിബോഡീസ് ആണെങ്കിൽ അതൊരു പാസീവ് ഇമ്മ്യൂണിറ്റി ആയിട്ട് മാറുമായിരുന്നു. ഇത് ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി വരുന്നതിന് ആൻറ്റിജൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻസർ വരുന്നത് എ ഈസ് ട്രൂ, ആർ ഈസ് ഫാൾസ്. എക്സ്പ്ലനേഷൻ: വാക്സിനേഷൻ സ്റ്റിമുലേറ്റ് ബോഡി ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ആൻറ്റിബോഡി. ഓക്കെ, എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളത് 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 1, 2 and 4 ഓൺലി ആണ് വരുന്നത്.
അതായത് പ്രൈമറി സെസഷൻ ബിഗിൻ ചെയ്യുന്നത് ബെയർ റോക്കിലാണ്. ലൈക്കൺസ് ആണ് സീറോസിയറിലെ പീനിയർ സ്പീഷ്യസ് ആയിട്ട് വരുന്നത്. അത് രണ്ടും കറക്റ്റാണ്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നത് ശരിയല്ല, അത് സ്റ്റേബിൾ ആണ്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് ആണ് വരുന്നത്, നമുക്കറിയാം. ഹൈഡ്രോസിയർ സീറോസിയറിലൊക്കെ ഫോറസ്റ്റ് ആണ് വരുന്നത്. ഇത് സ്റ്റേബിൾ ആയിട്ടായിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് വരുമ്പോൾ സെക്കൻഡ് അല്ല, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡറി സെസഷൻ ഒക്കേഴ്സ് ഫാസ്റ്റർ. അപ്പോൾ ഇതും തേർഡും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റും ചിലവർക്ക്. പക്ഷേ ഫൈനലി വരുന്നത് ഫോറസ്റ്റ് ആണെന്ന് നമുക്കറിയാമെങ്കിൽ അത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. എക്സ്പ്ലനേഷൻ: ക്ലൈമാക്സ് കമ്മ്യൂണിറ്റീസ് ആർ സ്റ്റേബിൾ വിത്ത് മാക്സിമം ബയോമാസ് ആൻഡ് ഡൈവേഴ്സിറ്റി. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റീസ് ആർ സ്റ്റേബിൾ ആണ്, അതിന് മാക്സിമം ബയോമാസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എനർജി ഫ്ലോ റിലേറ്റഡ് ആയിട്ടാണ്. അസേഷൻ: എനർജി ഫ്ലോ ഈസ് യൂണി ഡയറക്ഷണൽ. റീസൺ: എനർജി ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ് അറ്റ് ഈച്ച് ട്രോപ്പിക് ലെവൽ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓക്കെ, അത് മാത്രമല്ല അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. എനർജി കാനോട്ട് ബി റിസൈക്കിൾഡ്, സോ ഫ്ലോ ഈസ് വൺ വേ വിത്ത് ഹീറ്റ് ലോസ്. യൂണി ഡയറക്ഷനിലാണ്. അതിന് കാരണം ഓരോ ട്രോഫിക് ലെവലിലോട്ട് പോകുമ്പോൾ ഹീറ്റ് ലോസ് ആയിട്ട് ഒരു എമൗണ്ട് ഓഫ് എനർജി പോകുന്നുണ്ട്. അതിന് നമുക്ക് റിസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കും. എത്തോളജി: ഇംപ്രിൻറ്റിംഗ്. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ശരിയാണ്. സ്റ്റഡീഡ് ബൈ കോൺറാഡ് ലോറൻസ്. ശരിയാണ്. സീൻ ഡ്യൂറിങ് ക്രിട്ടിക്കൽ പീരീഡ്. അതും ശരിയാണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇതൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് എക്സാമ്പിൾ അല്ല. ഇത് ഇൻബിൽറ്റായിട്ട് ഇന്നേറ്റായിട്ട് വരുന്നതാണ്, കണ്ടീഷൻ ചെയ്തെടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നോട്ട് കണ്ടീഷൻഡ്. ഓപ്ഷൻ എ 1, 2 ആൻഡ് 3 ഓൺലി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇംപ്രിൻറ്റിംഗ് ഈസ് ഇന്നേറ്റ് ആൻഡ് ടൈം ബോണ്ട് ലേണിംഗ് ഇൻ ബേർഡ്സ് ആൻഡ് മാമൽസിൽ കാണുന്ന ടൈം ബോണ്ട് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ടൈമിലാണ് ഇവർക്ക് അത് ഉണ്ടാവുന്നത്. ഇന്നേറ്റ് ആയിരിക്കും, അത് തിരിച്ച് മാറ്റാൻ പറ്റില്ല, റിവേഴ്സിബിൾ ആയിരിക്കും ആ ഒരു ഇന്നേറ്റായിട്ട് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഗൂസിൽ ഇദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിനൊക്കെ കുറിച്ചിട്ട്. മൈക്രോബയോളജി: പ്രിയോൺസ്. പ്രിയോൺസ് ലാക്ക് ന്യൂക്ലിക് ആസിഡ്. ശരിയാണ്. ദേ ആർ കമ്പോസ്ഡ് ഓൺലി ഓഫ് പ്രോട്ടീൻ. ആൻസർ എ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ: പ്രിയോൺസ് ആർ ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻസ് കോസിങ് ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസസ് ആണ്. ന്യൂറോ ഡിജനറേറ്റീവ് ആയിട്ടുള്ള ഡിസീസസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. അത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്, ന്യൂക്ലിക് ആസിഡ്സ് ഇല്ല. മെത്തഡോളജി ആൻഡ് കരിക്കുലം: മൈക്രോ ടീച്ചിങ്. ഇതിൽ ഡ്യൂറേഷൻ 5 to 10 മിനിറ്റ്, അത് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സ്കെയിൽ ഡൗൺ ടീച്ചിങ്, അത് ശരിയാണ്. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടും. തെറ്റായിട്ട് വരുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാസ്റ്ററിങ് കണ്ടൻറ് നോളജ്. നമ്മൾ ഒരിക്കലും കണ്ടൻറ് നോളജ് വർദ്ധിപ്പിക്കാനല്ല മൈക്രോ ടീച്ചിങ് ചെയ്യുന്നത്, സ്കിൽ അക്വസിഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 3 and 4 ഓൺലി. എക്സ്പ്ലനേഷൻ: മൈക്രോ ടീച്ചിങ് ഇംപ്രൂവ് സ്പെസിഫിക് ടീച്ചിങ് സ്കിൽ ത്രൂ ഫീഡ്ബാക്ക് സൈക്കിൾ. 12. NCF 2005. NCF 2005 emphasizes constructivism. Reason: it recommends lecture-based teaching. നമുക്കറിയാം ലെക്ചർ ബേസ്ഡ് എന്ന് പറഞ്ഞ ടേമിൽ തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് കണ്ടെത്താൻ പറ്റും. ഇറ്റ് റെക്കമെൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ബേസ്ഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ആണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫാൾസ്. എക്സ്പ്ലനേഷൻ: കൺസ്ട്രക്റ്റിവിസം എൻകറേജ് ലേണർ സെൻറ്റേർഡ് ഡിസ്കവറി ബേസ്ഡ് അപ്രോച്ച്. ദെൻ അസസ്മെൻറ്റ് 13. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഈസ് കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദ കോഴ്സ്. ശരിയാണ്, ത്രൂ ഔട്ട് ദ കോഴ്സ് ടൈമിൽ ഇത് ചെയ്യുന്നുണ്ട്. സമ്മേറ്റീവ് ഇവാലുവേഷൻ മെയിനായിട്ട് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്.
ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രേഡിംഗ്. നമുക്കറിയാം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒരിക്കലും ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നടത്തുന്നത്. ഏതൊക്കെ ലേണിംഗ് ഗ്യാപ്സ് ഉണ്ട് അല്ലെങ്കിൽ ലേണിംഗ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. ഫോർ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഹെൽപ്സ് ഇൻ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് തേർഡാണ്. ആൻസർ വരുന്നത് 1, 2 ആൻഡ് 4 ഓൺലി. എക്സ്പ്ലനേഷൻ: ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡയഗ്നോസ് ഡിഫിക്കൽട്ടീസ് നോട്ട് ഫോർ ഗ്രേഡ്സ്. Last question, achievement test. Achievement tests are standardized tests. They measure specific learning outcome. Options: A ആണ് correct ആയിട്ട് വരുന്നത്. Both A and R are true. R is the correct explanation. Achievement test measure attained competencies in a subject area. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാവരും സ്കോറൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കോറ് താഴെ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും. എന്താണ് അടുത്ത ഒരു മോക്ക് ടെസ്റ്റിന് കുറച്ചുകൂടെ നന്നായി പ്രിപ്പയർ ചെയ്യാൻ അത് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടോ, ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നത് എനിക്കും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും നല്ല രീതിയിൽ എക്സാം എഴുതാനും മികച്ച വിജയം കൈവരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.